അങ്ങ് അറബി നാട്ടിലും മലയാളികളുടെ സ്വന്തം മമ്മൂക്ക കയ്യടി നേടിയിരിക്കുകയാണ്. മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിന്റെ ഹിറ്റ് ചിത്രമാണ് ടർബോ. ആക്ഷൻ കോമഡി ജോണറിൽ കഥ പറഞ്ഞ സിനിമയുടെ അറബിക് പതിപ്പ് പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്. GCCയിൽ ചിത്രം പ്രദർശനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പ്രീമിയർ ഷോയിൽ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതോടെ മമ്മൂക്ക അങ്ങ് അറബി നാട്ടിലും സൂപ്പർ സ്റ്റാർ ആകുമെന്ന് ഉറപ്പാണ്. ദുബായ് സിറ്റി സെന്റർ മിർഡിഫിലെ വോക്ക് സിനിമയിൽ നടന്ന ഷോയിൽ പ്രേക്ഷകർ സിനിമയെ ഏറെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ചിത്രം ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഓഗസ്റ്റ് 2-ന് പ്രദർശനത്തിന് എത്തിക്കും. ടർബോ മലയാളം പതിപ്പ് ഗൾഫിൽ റിലീസ് ചെയ്തതും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ്. 17 ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ചേർന്നാണ് ഈ ചിത്രം അറബിയിൽ ഡബ്ബ് ചെയ്തിരിക്കുന്നത്. അതിൽ 11 പേർ UAE സ്വദേശികളാണ്. മമ്മൂട്ടിക്കൊപ്പം കന്നഡ താരം രാജ്ബി ഷെട്ടി, തെലുങ്ക് നടൻ സുനിൽ എന്നിവരും മലയാളത്തിൽ നിന്ന് ശബരീഷ് വർമ്മ, ബിന്ദു പണിക്കർ, അഞ്ജന ജയപ്രകാശ്, നിരഞ്ജന അനൂപ്, ദിലീഷ് പോത്തൻ, ജോണി ആന്റണി എന്നിവരും അണിനിരന്ന ഈ ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ക്രിസ്റ്റോ സേവിയർ, എഡിറ്റ് ചെയ്തത് ഷമീർ മുഹമ്മദ് എന്നിവരാണ്. വിഷ്ണു ശർമ്മയാണ് ഈ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തത്. അതേസമയം ടർബോ ജോസിന് പകരം ടർബോ ജാസിമായാണ് സിനിമയിൽ മമ്മൂക്ക എത്തുന്നത്. 23.5 കോടി രൂപയിലാണ് ടർബോയുടെ ചിത്രീകരണത്തിനായി ഏകദേശം ചെലവായത്. മമ്മൂട്ടിയുടെ പ്രതിഫലം ഉൾപ്പെടുത്താതെയുള്ള തുകയാണിത്. മമ്മൂട്ടിയുടെ ടർബോ ആഗോളതലത്തിൽ 70 കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട് എന്നായിരുന്നു പുറത്തുവിട്ട റിപ്പോർട്ട്. കേരളത്തിലെ 2024 മലയാളത്തിന്റെ ഫസ്റ്റ് ഡേ റിലീസ് കളക്ഷനിൽ ടർബോ ഒന്നാമതായിരുന്നു. 6 കോടി രൂപയിലധികം നേടിയാണ് 2024 ഒന്നാമതെത്തിയത്. രണ്ടാം സ്ഥാനത്ത് മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലിബനാണുള്ളത്. 5.85 കോടിയാണ് കേരളത്തിൽ നിന്നുള്ള ഫസ്റ്റ് ഡേ കളക്ഷൻ. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം 5.83 കോടി രൂപ നേടി കേരളത്തിൽ മൂന്നാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളം കഴിഞ്ഞാൽ ഏറ്റവും അധികം കളക്ഷൻ വന്നത് കർണാടകത്തിൽ നിന്നാണ്. സിനി ട്രാക്കിന്റെ കണക്കുകൾ അനുസരിച്ച് 2.25 കോടിയാണ് കർണാടക കളക്ഷൻ. തമിഴ്നാട്ടിൽ നിന്ന് 1 കോടിയും മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 85 ലക്ഷവുമാണ് ചിത്രം നേടിയിരിക്കുന്നത്. വമ്പൻ സ്ക്രീൻ കൗണ്ടുമായാണ് ചിത്രം കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും മെയ് 23-ന് എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം 364 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം നടത്തിയിരുന്നത്. അതേസമയം സിനിമയുടെ ചിത്രീകരണ മികവും ഏറെ കയ്യടി നേടിയതാണ്. 200 കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ചിത്രീകരിക്കാൻ സാധിക്കുന്ന ഹോളിവുഡിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പെർസ്യൂട്ട് ക്യാമറയാണ് ടർബോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമയിലെ മമ്മൂട്ടിയുടെ സ്റ്റണ്ട് സീനുകളുടെ ചിത്രീകരണ ദൃശ്യങ്ങളും ഏറെ വൈറലായിരുന്നു. എന്തായാലും ആകെ മൊത്തം കളറായി അങ്ങ് അറബി നാടുകളിൽ ഇന്ന് മുതൽ പ്രദർശനം തുടങ്ങിയിരിക്കുകയാണ് ടർബോ. അമേസിംഗ് ആക്ഷൻ എന്നാണ് പ്രീമിയർ ഷോയ്ക്ക് ശേഷമുള്ള പ്രേക്ഷകരുടെ പ്രതികരണം.